നമസ്കാരം. അർത്ത് ആൻഡ് ഷോർട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് സപ്പോർട്ട് വീഡിയോകളിൽ ഒരു വീഡിയോ ആണിത്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ ആദ്യത്തെ ലെവലാണ്. ഗ്രാജുവേറ്റ് അല്ലാത്ത കുട്ടികൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എൻട്രൻസ് ആണ് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഈ പരീക്ഷ എഴുതാം. റിമോട്ട് പ്രോക്റ്റേഡ് ആണ്. അതായത് വേറൊരാൾ ദൂരത്തിരുന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം നമ്പറിൽ നിങ്ങൾക്ക് ടെലഗ്രാമിലോ വാട്സാപ്പിലോ എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു യു. കാരണം CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള നടത്തിപ്പിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് സാർ അത് മോക്ക് ടെസ്റ്റ് അല്ലേ, അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, അത് എഴുതിയില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട. കാരണം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ട്രയൽ ടെസ്റ്റ് ആണ്. നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണോ പരീക്ഷ എഴുതുന്നത് ആ സിസ്റ്റത്തിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ മോക്ക് ടെസ്റ്റും എഴുതേണ്ടത്. അപ്പോൾ അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം, നിർബന്ധമായിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. ഫ്രണ്ട് പേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും മാത്രമാണ് പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകേണ്ടത്. പരീക്ഷ എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കും. ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണോ പരീക്ഷ എഴുതാൻ പോകുന്നത് ആ സിസ്റ്റത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാനൊരു ലിങ്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി SCB ലൈറ്റ് എന്നാണ്, സേഫ് എക്സാം ബ്രൗസർ എന്നുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് ആ സോഫ്റ്റ്വെയർ കൂടെ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. SEB ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിടപ്പുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ പോവുക, ആ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് SCB ലൈറ്റ് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ സേഫ് എക്സാമിനേഷൻ ബ്രൗസർ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ അയച്ചു തരുന്ന ലിങ്ക് മാത്രം ഉപയോഗിക്കുക എന്നതാണ് അതിൻ്റെ ശരി. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ആ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ആ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ആ വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ചോദിക്കും. യുണീക്ക് ID നമ്പർ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ യുണീക്ക് ID നമ്പർ ചോദിക്കും. നിങ്ങളുടെ യുണീക്ക് ID നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ 11 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. ക്യാപ്ചയും അടിക്കാൻ പറയും. ആ ക്യാപ്ചയും അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടുന്ന അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സിസ്റ്റം ഒക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പല സംശയം ഉണ്ടായിരിക്കും. ഈ സേഫ് എക്സാമിനേഷൻ ബ്രൗസർ ഇത്രമാത്രം സേഫ് ആണോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ചോദ്യങ്ങളെ കുറിച്ചൊന്നും പേടിക്കേണ്ട. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബ്രൗസറാണ്. യാതൊരു വിധത്തിലും നിങ്ങളുടെ സിസ്റ്റത്തിനെ ഒരിക്കലും ഇത് നിങ്ങളുടെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യില്ല. ഇതിൽ യാതൊരു വൈറസും ഇല്ല, ഒന്നുമില്ല. ഇത് വളരെ കാലമായിട്ട് 10-30 പ്രാവശ്യമായിട്ട് നമ്മൾ 30ാമത്തെ അറ്റംപ്റ്റ് ആണിത്. അപ്പോൾ ഈ എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിച്ചപ്പോൾ പറയും ഇത് സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു കളയും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ അമർത്തണം. അങ്ങനെ ആ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഡൗൺലോഡ് സെക്യൂർ എക്സാമിനേഷൻ ബ്രൗസർ എന്ന് ചോദിക്കും. സോ ഓക്കെ എന്നടിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവും. ആ ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽ വീണ്ടും ചോദിച്ചേക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ലോഗോസ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ വരും. ഒന്ന് SCB ലൈറ്റ് എന്നും SCB ലൈറ്റ് റിപ്പയർ ടൂൾ എന്നും പറഞ്ഞിട്ട് 2 ഷോർട്ട് കട്ടുകൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ വരും. അതിൽ SCB ലൈറ്റ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു വിൻഡോ ഓപ്പൺ ആകും. ആ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് നിങ്ങളുടെ പരീക്ഷയുടെ തലേദിവസം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന്റെ തലേദിവസം നിങ്ങൾക്ക് എന്ത് വരും,
നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അയച്ചു തരും, SMS ആയിട്ട് അയച്ചു തരും. അതുപയോഗിച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. ഈ പാസ്വേഡ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് ആൽഫ ന്യൂമറിക് ആണ്. അതിന് അർത്ഥം അതിൽ ആൽഫബറ്റും ഉണ്ടായിരിക്കും, ന്യൂമറിക്കും ഉണ്ടായിരിക്കും. 0 ഒക്കെ O ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ O 0 ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളുടെ പാസ്വേഡ് തെറ്റാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടെൻഷൻ വരും. ഈ ചൂടുകാലത്ത് നന്നായിട്ട് വേർക്കും കേട്ടോ. അങ്ങനെ വേർക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, 0 എങ്ങനെയാവും അല്ലെങ്കിൽ O എങ്ങനെയാവും എന്നൊക്കെ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരും. ടെൻഷൻ വരാതിരിക്കണമെങ്കിൽ ആ പാസ്വേഡ് കറക്റ്റായിട്ട് അടിക്കുക, ക്യാപ്ച അടിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ കയറി നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ AnyDesk എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. AnyDesk എന്ന് പറയുന്നത് ഒരു റിമോട്ടായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തെ ആക്സസ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമ്മതിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, അഥവാ പരീക്ഷ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് എന്താണ് പ്രശ്നമെന്നറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തെ ആക്സസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ AnyDesk എന്ന് പറയുന്നത്. അത് ഡൗൺലോഡ് ചെയ്തിടുക. സാധാരണ ഒരു പ്രശ്നവും വരില്ല പരീക്ഷയ്ക്ക് കേട്ടോ, ഡൗൺലോഡ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ എന്താ ഡൗൺലോഡ് ചെയ്യേണ്ടത്? SCB Lite ഡൗൺലോഡ് ചെയ്യണം, AnyDesk ഡൗൺലോഡ് ചെയ്യണം. ഇനി ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടറാണ്, അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്, ഇടയ്ക്കൊക്കെ ഒന്ന് ഓഫായി പോയേക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ BP കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക, ഒന്നും സംഭവിക്കില്ല, ലോഗിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ടെൻഷനും അടിക്കാണ്ട് പരീക്ഷ എഴുതുക. ടെൻഷൻ അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ എന്താ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? SCB Lite. എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണോ പരീക്ഷ എഴുതുന്നത് അതിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ക്യാമറയും മൈക്രോഫോണും എനേബിൾ ആയിരിക്കണം. എനേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ വഴി വീഡിയോ എടുക്കാൻ പറ്റണം, ശബ്ദം അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എനേബിൾ ആണോ എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീഡിയോ എനേബിൾ, ക്യാമറ എനേബിൾ, അല്ലെങ്കിൽ മൈക്രോഫോൺ എനേബിൾ ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ, ടെൻഷനൊന്നും വേണ്ട. ഇതിന്റെ ലിങ്ക് എവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അർത്ഥ CS-ന്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോ കാര്യങ്ങളാണ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത്. അത് വൃത്തിയായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എക്സാമിന് മോക്ക് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതുക. ഒരു കമ്പനി സെക്രട്ടറി ആകാൻ ടെൻഷൻ അടിച്ചാൽ കമ്പനി സെക്രട്ടറി ആകാൻ പറ്റില്ല. പരീക്ഷ എഴുതി പാസ്സായാലേ കമ്പനി സെക്രട്ടറി ആകാൻ പറ്റുള്ളൂ. സോ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. വിത്തൗട്ട് ടെൻഷൻ റൈറ്റ് ദ എക്സാമിനേഷൻ. ഓക്കെ, എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ അടുത്തൊരു വീഡിയോ വരേക്കും ദിസ് ഇസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.